ഹലോ, നമസ്കാരം. ആശയമുഖിലുമാണേ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ആ യാത്രയാണ് തുടരുന്നത്. ആ യാത്രയിൽ ആദ്യം കാണിക്കേണ്ടിയിരുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കോടമഞ്ഞിന്റെ തണുപ്പറിയാൻ സഹ്യന്റെ മടിത്തട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതെ, പൊന്മുടിയിലേക്കാണ് നമ്മൾ നിങ്ങളെയും കൊണ്ടുപോകുന്നത്. 22 ഹെയർപിൻ വളവുകളും താണ്ടി കോട ആസ്വദിക്കാനായി നമ്മൾ പോകുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. പൊന്മുടി അഥവാ സഞ്ചാരികളുടെ പറദീസ. 22 ഹെയർപിൻ വളവുകൾ താണ്ടിയുള്ള കുന്നിൻ നിറകിലേക്കുള്ള ഈ ഒരു സഞ്ചാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകാശയാത്രയുടെ ഒരു വൈബാണ് സമ്മാനിക്കുന്നത് കേട്ടോ. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നും 61 കിലോമീറ്റർ അകലെയായാണ് 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നമ്മുടെ പൊന്മുടി. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും 22 ഹെയർപിൻ വളവുകളും കോടമഞ്ഞ് നിറഞ്ഞ കുന്നിൻ മുകളുകളും തരുന്ന മനോഹര കാഴ്ചകൾക്കായി, ആ കാഴ്ചകളുടെ സൗന്ദര്യം ആസ്വദിക്കാനായി നമ്മൾ അങ്ങനെ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. പൊന്മുടിയുടെ മനോഹരമായ പ്രകൃതിയുടെ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ഇതാണ് പൊന്മുടിയുടെ വൈബ്. കാലങ്ങളായി വനദേവതമാർ കാത്തുസൂക്ഷിക്കുന്ന പൊന്നു തന്നെയാണ് നമ്മുടെ പൊന്മുടി. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short, let's not waste it. Cause paradise is wherever we make it. സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വസന്തമൊരുക്കി കോടമഞ്ഞ് മൂടി സുന്ദരിയായി നിൽക്കുകയാണ് നമ്മുടെ പൊന്മുടി. കാഴ്ച പോലും മറയ്ക്കുന്ന മൂടൽമഞ്ഞിന്റെ പട്ടുപുതച്ച പൊന്മുടിയിലേക്കുള്ള യാത്ര ഏറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് വനസൗന്ദര്യം ആസ്വദിച്ച് 22 ഹെയർപിൻ വളവുകൾ താണ്ടി ഈ പൊന്മുടിയിലേക്ക് എത്തുമ്പോഴേ ശരിക്കും മനസ്സുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. നമ്മളങ്ങനെ പൊന്മുടിയിലെ കോടയൊക്കെ ആവോളം ആസ്വദിച്ചതിന് ശേഷം കോട മാറിയ നേരം നമ്മൾ പൊന്മുടിയിലെ വിശാലമായി കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഏത് ഭാഗത്തേക്ക് നിങ്ങൾ നടക്കാം, സേഫ്റ്റി ആയിട്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിലേക്ക് നടക്കുന്നത് തന്നെ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിച്ച് നടക്കണം, കാലൊന്നും ഉടക്കാൻ പാടില്ല. ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ നടന്ന് തെളിഞ്ഞു നിൽക്കുന്ന വഴികളൊക്കെയാണ്. നല്ല മഞ്ഞുള്ള സമയത്ത് ചെറിയ കുളയട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കെയർ ചെയ്യണം. ഇതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സാനിറ്റൈസറോ തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്ററോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഉപ്പ് ആയാലും മതി. ഈ കുളയട്ട കടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഒരു കാരണവശാലും അല്ലാണ്ട് കൈകൊണ്ട് പറിച്ച് കളയരുത്. അങ്ങനെ നമ്മൾ ഒത്തിരി നേരം ഇതിലേ നടക്കുകയുണ്ടായി. ഇതിലേ നടന്ന് നമ്മൾ താഴേക്ക് എത്തിയതിന് ശേഷം അവിടെ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റൊക്കെ ഉണ്ട്. ഒരു മരമൊക്കെ നിൽപ്പുണ്ട്, ഉണങ്ങിയ മരവും നിൽപ്പുണ്ട്, അല്ലാണ്ട് തന്നെ ഒരു മരം സിംഗിളായിട്ട് നിൽപ്പുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ കുന്ന് കയറി നമ്മുടെ ഹെലിപ്പാഡ് വരുന്ന ആ ഒരു പോർഷനിലൊക്കെ എത്തിയിട്ടാണ് നമ്മൾ ഈ പൊന്മുടിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്നത് കേട്ടോ.
വിനോദസഞ്ചാരികൾക്ക് കുളിരുകോരുന്ന അനുഭൂതി സമ്മാനിക്കുന്ന കൊടുമുടി തന്നെയാണ് നമ്മുടെ പൊന്മുടി. പൊരിവെയിലിൽ നിന്നും പരസ്പരം കാണാൻ സാധിക്കാത്ത കോടമഞ്ഞിലേക്ക് സെക്കൻഡുകൾ മാത്രമുള്ള ദൂരം സമ്മാനിക്കുന്ന നമ്മുടെ പൊന്മുടി മനസ്സിന് നൽകുന്നത് വല്ലാത്തൊരു ശാന്തത തന്നെയാണ്. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പൊന്മുടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളാണ് ഇവിടുത്തെ ജനങ്ങളുടെ വരുമാന മാർഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പട്ടിണി അകറ്റുന്നത് നമ്മുടെ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന പൊന്മുടി തന്നെയാണ്. ഇതുവരെ കണ്ടതുമല്ല കേട്ടതുമല്ല പൊന്മുടി. മനുഷ്യരെത്താത്ത ഒട്ടനവധി സ്ഥലങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അമൂല്യമായ ഒരു കൊടുമുടി തന്നെയാണ് നമ്മുടെ പൊന്മുടി. അങ്ങനെ പൊന്മുടി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു മനോഹരമായ ലൊക്കേഷൻ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കൂടെ കാഴ്ചകൾ.